എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഇത് ഭയങ്കര കുറച്ച് പാടാണ് കേട്ടോ. കർട്ടൻ, ബാക്ക്ഗ്രൗണ്ട്, ഈ സെറ്റപ്പൊക്കെ സത്യം പറയാലോ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയത്. ഇനിയിപ്പം ബാക്ക്ഗ്രൗണ്ട് വോയിസ് സത്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പം ബ്രദേഴ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം താഴെ. ഓട്ടോറിക്ഷൻ്റെ സൗണ്ട്. അപ്പം ഇന്ന് പറയാൻ പോകുന്നത് കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് കേൾക്കണമെന്നില്ല. കാരണം കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇപ്പം പഴയ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും ഞാൻ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നതും ഭയങ്കരമായിട്ട്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. പക്ഷേ അതെനിക്ക് ഇതുവരെ ഒരു ഇംപ്രൂവ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ നോ ഇംഗ്ലീഷ് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പോക്ക് വിത്ത് ദിസ് പേഴ്സൺ ലൈക്ക് ഗ്രാമർ തിങ്സ് എന്ന് വെച്ചാൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ വേറെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അങ്ങനെ സംടൈംസ് ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ്. അവർക്ക് മനസ്സിലാവില്ല, സോറി ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു എന്ന് വെച്ചാൽ പറയുന്നതിൽ ആവശ്യമൊന്നുമില്ല. കാരണം ലൈഫാണ്. ഇപ്പോൾ ലൈഫ് ആകെ ഒന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ പഴയ വീഡിയോസൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം സത്യം എന്ന് വെച്ചാൽ ഞാൻ സത്യം പറയാലോ ഒരു ട്രാപ്പിൽ പെട്ട പോലെ ആയിപ്പോയി. കാരണം ലൈഫ് എന്താണ്, എങ്ങോട്ടോ പോകണം എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. കാരണം ഇപ്പം നമ്മളിപ്പം പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അത് വേറൊരാൾ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കായാലും ദേഷ്യം പിടിക്കും. അതിപ്പോൾ ആരായിക്കോട്ടെ, മേലെ ഉള്ളൊരു ആളായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. കാരണം നമുക്കൊരു പ്ലാനിങ് ഉണ്ട്, നമുക്കൊരു കരിയർ ഉണ്ട്, നമുക്കൊരു ഇതുണ്ട്, നമ്മൾ അതാവണം ഇതാവണം എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആ പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്ത് വേറെ ആൾ നമുക്ക് പ്ലാൻ തരുമ്പോൾ നമുക്കെന്നെ ദേഷ്യം പിടിക്കും. അതാണ് എനിക്കും പറ്റിയിരിക്കുന്നത്. കാരണം നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ഇന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കണം, ഇന്ന സ്ഥലത്ത് ലൈഫ് സെറ്റാവണം, നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതല്ല എൻ്റെ പ്ലാൻ വേറെ പ്ലാനാണെന്ന് പറയും. നമുക്കായാലും ദേഷ്യം പിടിക്കും. ദൈവത്തിനോടായാലും എനിക്ക് ദേഷ്യം പിടിക്കും. കാരണം എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. കാരണം ഇത് ഇടപെടാൻ താൻ ആരോടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ പുള്ളിക്കാരൻ മേലായിപ്പോയി. അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ വലിയ ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പ്ലാനിങ് ചെയ്യുമ്പം അത് നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഈ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്നത് കാര്യമാണ്. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ നിങ്ങളിപ്പം പറയുകയാണെങ്കിൽ ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം പഠിക്കുന്ന കാര്യമായാലും ശരി, ഇപ്പം സ്റ്റുഡൻസാണ് പഠിക്കുന്ന കാര്യമായാലും ശരി, എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ, നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്ലാൻഡ് വേർഷനായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണം. കാരണം നമ്മൾ നേടിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പം അതാ പറഞ്ഞത്, നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേഗത്ത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കായാലും ദേഷ്യം പിടിക്കും. കാരണം ഈ ലോകത്ത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച് പ്ലാനും ഇല്ലാതെ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ആ പ്ലാൻ എങ്ങനെ നശിപ്പിക്കാമെന്ന് മേലൊത്തും തീരുമാനിക്കുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഇത്രയും കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതാണ് ചോദിക്കുന്നത്. ചിലപ്പം പറയും ചില ആൾക്കാർ, ദൈവം നിങ്ങൾക്കൊരു അവസരം തന്നാണ്, നിനക്ക് അങ്ങനെയാണ് ആനെയാണ്. ദൈവം എനിക്ക് പലതരം അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ചില പ്ലാനുകൾ ചിലപ്പം ദൈവം തന്ന പ്ലാനുകൾ ഞാൻ ഹാർഡ് വർക്ക് ആക്കിയിട്ട് നല്ല നേടിയിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പലപ്പോഴും ഒരു കാര്യമാണ്. കാരണം ദൈവത്തെ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനാണ്. ചില ആൾക്കാർ എന്ന് വെച്ചാൽ അത് നമ്മളെ കർമ്മയായിരിക്കാം, ചിലപ്പോൾ അത് നമ്മുടെ തലവര ആയിരിക്കാം എന്നൊക്കെ ഒരു സംഭവത്തിൽ പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രാന്ത് പിടിക്കും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് ഇന്ന ജോലിയല്ല വേറെ ജോലിയാണ് കിട്ടിയതെന്നൊക്കെ വെച്ചാൽ നമുക്കും ദേഷ്യം പിടിക്കും.
കാരണം നമ്മൾ ഇത്രയും, ഞാൻ പറയട്ടെ, ഞാൻ ആക്ച്വലി ഞാനൊരു ഇത് ഈ കൊമേഴ്സ് ബേസ്ഡ് കംപ്ലീറ്റ് ആക്കിയ വ്യക്തിയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ പഠിക്കുന്നത് ഇതാണ്, ഇതേ റിലേറ്റഡ് നമുക്ക് പഠിച്ച് പോകാൻ പറ്റുള്ളൂ. ഇത് ഇത് പഠിച്ച് റിലേറ്റഡ് പോവാതെ നമ്മൾ വേറെ ഫീൽഡിലോട്ട് പോയാൽ നമുക്കാരും ദേഷ്യം പിടിക്കില്ലേ? അത് ചോദിക്കാം, നമുക്കാരും ദേഷ്യം പിടിക്കില്ലേ? കാരണം ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം പറയാറുണ്ട്, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ നമ്മൾ ഡിഗ്രി ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മളൊരു ജോലിയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കോഴ്സും വരുന്നില്ല. ബാക്കി ഇൻ്റർവ്യൂ പോവുകയാണെങ്കിൽ എക്സ്പീരിയൻസും വേണം. കാരണം ആക്ച്വലി നമ്മൾ അവിടെ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അയാൾക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എടുക്കാനാണ്? കാരണം ഈ പറയുന്ന ഇപ്പം നോക്കാം, ഇപ്പം ഈ ജോബ് ആയാലും ശരി, ഏത് ഇതിലായാലും ഉള്ളിൽ കൂടുള്ള കളിയുണ്ട്. അതൊക്കെ സത്യം പറയാം, അതൊക്കെ ഒരു ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടിച്ച് ഇത്രയും, എനിക്ക് തോന്നുന്നു 21 കൊല്ലം 23 25 കൊല്ലം നമ്മൾ മിനിമം ഒരു 11 ഇയേഴ്സ് 2 ഇയേഴ്സ് 12 ഇയേഴ്സ് നമ്മൾ എഡ്യൂക്കേഷന് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാണ് വരുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങളല്ല, നമ്മൾ വേറെ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ശരി, നിങ്ങൾ 10th നിങ്ങൾ പോയി ഓക്കെ, 10th ഫിസിക്സ് കെമിസ്ട്രി ബയോളജി രസകരമായ കെമിസ്ട്രിയിൽ ഇപ്പം പറയുകയാണെങ്കിൽ ഈ ഫിസിക്സിൽ ന്യൂട്ടൺസ് ലോ സംഭവമുണ്ട്. അത് നമ്മൾ ഈ ലൈഫ് പഠിക്കുന്ന ജോലി സംബന്ധമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മൾ പഠിക്കണം. ഞാൻ എന്തിനാ അത് നമുക്കെന്ത് യൂസ്ഫുൾ ഭാവി? നമുക്ക് യൂസ്ഫുൾ ഇല്ല ഭാവിയിൽ, ഒരു കാര്യവുമില്ല. അതൊക്കെ വേറെ ഈ യൂണിവേഴ്സിൽ പെട്ട ആൾക്കാർക്കാണ് അത് പറ്റുള്ളൂ. നമ്മളത് പഠിക്കുന്നു, നമ്മളത് അയ്യോ ഈ ഫോർമുല നമുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു ഒരു കാര്യമാണ്. പിന്നെ അത് തന്നെയാണ്. കാരണം കൊമേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും വലിയ ടഫസ്റ്റ് ആയ സാധനമായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചത് കൊമേഴ്സ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദി ടഫസ്റ്റ് സാധനം. പക്ഷെ സത്യം പറയാലോ അതും കുറച്ച് പാടാണ്. ഈ പുറം കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കും അയ്യോ ഭയങ്കര സിമ്പിൾ, കൊമേഴ്സ് അല്ലേ സിമ്പിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കിയാൽ എന്താ കഷ്ടപ്പാട്, ഈ കൊമേഴ്സ് എന്താ സംഭവം എന്ന്. കാരണം കൊമേഴ്സ് ആകുമ്പോൾ എല്ലാം പഠിക്കേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കൊമേഴ്സൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ വിചാരിക്കും ഓ കൊമേഴ്സ് വെരി സിമ്പിൾ എന്ന് പുറത്ത് കാണുന്ന ആൾക്ക് വിഷയം, അത് കഷ്ടമാണ്. നിങ്ങൾ അക്കൗണ്ടൻസി സംഭവമുണ്ട്. ഈ അക്കൗണ്ടൻസിയിൽ നമ്മൾ A to Z എന്ന് നമ്മളെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്താണ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ. നിങ്ങൾ നോക്കി ഇപ്പം കൊമേഴ്സ് പഠിച്ച് കഴിഞ്ഞ് അതിന് വർഷനാണ് ഡിഗ്രിയിൽ പഠിക്കുന്നത്, അത് കഴിഞ്ഞിട്ടാണ് CA CMAയിൽ പഠിക്കുന്നത്. ഇങ്ങനെ ഓരോ വെച്ചിട്ട് പഠിക്കുമ്പം അത് കഷ്ടമാണ് ശരിക്കും. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ പുറമേ കാണുന്ന ആൾക്കാർക്കും വേറെ കാണുന്ന ആൾക്കാർക്കും ഓ ഭാഗ്യം, ഓ ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് അങ്ങനെയാണ്. അല്ല, കാരണം അത് അനുഭവം കൊണ്ട് പഠിച്ചത് വ്യക്തിയാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം പറയില്ല, ഇതിനോട് ഒറ്റ കാര്യം പറയുള്ളൂ. കാരണം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ അത് മുൻകൂട്ടി ഇന്ന് പറയണം. കാരണം ഇങ്ങനെയൊക്കെയാണ് പ്ലാനിങ് വരാൻ പോണത്. അതുകൊണ്ട് ഒന്നും കരുതി വെക്കണം. ഇത് അൺഎക്സ്പെക്റ്റഡ് പ്ലാനായിട്ട് വരുമ്പോൾ നമുക്കെന്നെ നെട്ടിപ്പോയി ഇതെന്താ സംഭവം. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്യാത്ത കാരണം. പലരും പ്ലാനിങ് വേണം. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ ദൈവത്തിൻ്റെ പ്ലാനിങ് ഉണ്ടാവും. അതാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ഒറ്റ കാര്യം പറയുള്ളൂ. കാരണം നിങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്യാതിരിക്കുക പ്ലീസ്. ദൈവത്തിനോട് ഒന്നും നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാതിരിക്കുക. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ബ്ലെസ്സിങ് ആയിട്ട് കൊടുക്കുക, അത്ര. ഞാൻ പ്ലാനിങ് ആയിട്ട് കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ചിലർ പറയും അയ്യോ കഷ്ടപ്പാട് കൊണ്ടാണ് ചിലപ്പോൾ ദൈവം തന്നത്. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ആ ഞാൻ കഷ്ടപ്പെട്ട ദൈവം എനിക്ക് ഇങ്ങനെ തരാണെങ്കിൽ ഓക്കെ, ഞാൻ നന്ദി ഉണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കാം. പക്ഷെ ഇത് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം തട്ടിയെടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ പഠിക്കുന്ന റിലേറ്റഡ് ആയിട്ടായാലും അങ്ങനെ തന്നെയാണ്, ഇതായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചുരുക്കി തിരിച്ച് കൊമേഴ്സിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നൊക്കെ സമയത്തൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടൻസി കയറുന്നത് ഓക്കെ. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാര്യമില്ല, നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം അവർ സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കണം, പിന്നെ അവർ പറയുന്ന കാര്യം നമ്മൾ കേൾക്കണം, ഒബേ ചെയ്യണം. എല്ലാം നമ്മൾ ഇതാക്കി പോയാൽ റിജക്റ്റ് ആക്കും. ഇനിയിപ്പോൾ അത് എനിക്ക് കമ്പനിയിലേക്കുള്ള ആവശ്യമില്ല പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ജോലി ആയാലും നമ്മൾ പ്ലാൻ ചെയ്ത സമയത്താണ് അങ്ങനെ തന്നെ. പക്ഷെ നമ്മൾ സത്യം പറയാലോ ഇപ്പം ബോഡിക്ക് വരെ നമ്മൾ പ്ലാനിങ് വേണം.
കാരണം നമ്മുടെ ബോഡി 6 പാക്ക് ആവണം, ബൈസെപ്സ് വേണം, ട്രൈസെപ്സ് വേണം, കുറേ ആഗ്രഹങ്ങളൊക്കെ, നമുക്കും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യ്, നീ ഇതാക്ക, മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ ദൈവത്തിനെന്ന് വെച്ചാൽ ഈ ചില, അതായത് ഈ ഗ്രീഡിയുള്ള ആൾക്കാർക്കൊന്നും കിട്ടില്ല, മനസ്സിലായോ? ആഗ്രഹങ്ങൾ ഉള്ള ആൾക്കാർക്കൊന്നും തരില്ല. ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും കോരി എടുത്ത് തരും, ഇഷ്ടംപോലെ കോരി എടുത്ത് തരും. അതിപ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം പലതും ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ പറഞ്ഞത്. കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് നമ്മൾ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഇറ്റ്സ് എ ഗോഡ്സ് പ്ലാൻ ഒക്കെ പറഞ്ഞിട്ട് എന്ത് ഗോഡ്സ് പ്ലാൻ? ഒരു കാര്യവുമില്ല. കാരണം ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും, നമുക്ക് നല്ലൊരു സൂപ്പർ ബൈക്ക് വേണം, സൂപ്പർ കാർ വേണം, PS5 വേണം, അത് ഇത് വേണമൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജോലിയിലൊക്കെ കയറുമ്പോൾ കാര്യം മനസ്സിലാക്കിയോ, നമ്മുടെ കുറവാണ് നമ്മൾ ഇരുന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ചിലവ് മാനിഫെസ്റ്റേഷൻ ചെയ്യണമൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്ന സംഭവം അത് ചെയ്താൽ മാത്രം കിട്ടുമെന്നൊക്കെ പലരും പറയുന്ന ആൾക്കാർ. പക്ഷെ പലരും സക്സീഡ് ആയിട്ടും ചിലത് ബുക്ക് വായിച്ച് മാനിഫെസ്റ്റേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ മാനിഫെസ്റ്റേഷൻ ബുക്ക് വായിച്ചാൽ ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിന് സജസ്റ്റ് ചെയ്തു അത് മാനിഫെസ്റ്റേഷൻ ബുക്ക് വായിക്കാൻ. ഞാൻ വായിച്ചു നോക്കി, വാവ് ഇറ്റ്സ് വെരി സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും വേർഡ്സ് മാറിക്കളിക്കുക. അപ്പോൾ ഇവർ ഈ മാനിഫെസ്റ്റേഷൻ പറഞ്ഞിട്ട് ഞാൻ രണ്ടും ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഞാൻ ആലോചിക്കും, ഞാൻ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്യും, പക്ഷെ ഒന്നും നടന്നിട്ടില്ല സത്യം പറയാലോ. കാരണം ഇന്ന ജോലി കിട്ടണം, അത് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പല ആഗ്രഹങ്ങളുണ്ടാവും മനുഷ്യന്മാർക്ക്. കാരണം എല്ലാം നമ്മുടെ പ്ലാന് ഈ തോറ്റു പോകുമ്പോൾ നമ്മൾ പ്ലാനിങ് ഒക്കെ പക്ഷേ ദൈവം പറയും പ്ലാനിങ് ഒക്കെ കൊള്ളാം, പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ദൈവം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഞാൻ സംഭവിച്ചത്. ഇപ്പോൾ 25 ഏജായിട്ട് അല്ലെങ്കിൽ 25 കൊല്ലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സത്യം പറയാലോ, നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും, ഇവിടെ സെറ്റിലാകണം, അവിടെ സെറ്റിലാകും. ഇവിടെ ഒന്നും പ്ലാനിങ് ഇല്ല പുള്ളിക്കാരന് ആരെയാണോ ലൂപ്പ് ഉള്ളത് ആ ലൂപ്പിൽ നിങ്ങൾ കെടുക്കുക, ദാറ്റ്സ് ഓൾ. കാരണം പുള്ളിക്ക് ഈ ലൂപ്പ് കെടുക്കുന്ന ആളുകൾ, കാരണം ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ലൂപ്പിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പുള്ളി. അല്ല ഞാൻ ചോദിക്കുക, കാരണം ഇപ്പം താങ്കൾ സൈക്കോ ആണോ എല്ലാം ചോദിക്കാന്ന് ഒറ്റ കാര്യമുള്ളൂ. കാരണം ഇത്രയും കഷ്ടപ്പെട്ടതിനെക്കാട്ടിയും നല്ലത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ. എന്തിനാണ് ഇത്രയും നമ്മൾ ഈ ഭൂമിയിൽ കുറേ കഷ്ടപ്പെടുത്തുന്നത്? ചിലർ പറയും നല്ലതിന് വേണ്ടിയായിരിക്കും. ഈ കഷ്ടപ്പെട്ട് ഇതാക്കണക്കാട്ടി നല്ലത് മരിക്കണല്ലേ നല്ലത്, വേറെ വഴിയില്ലല്ലോ. കാരണം ഇത്രയും കാലം ഞാൻ പറയട്ടെ, ഇപ്പം അറിയാലോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി മോശമാണ്. അപ്പം ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടേ ഉള്ളൂ കാര്യം. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുമ്പം ഗ്രാഫ് പോലെയാണ്. നിങ്ങൾക്കറിയാം, ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയാണ്. ചിലപ്പം അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് കാര്യമുണ്ട്. കാരണം ജീവിതം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും മീനിങ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, മീനിങ്ലെസ് ഉള്ള ആൾക്കാരുണ്ട്, ചിലപ്പം ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്, നോ മീനിങ്സ് നോ നത്തിങ്, അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ആലോചിച്ച് പ്ലാൻ ചെയ്യുക. ഒരു ബുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഐഫോണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലോ ഒരു നോട്ട്സ് വെച്ചിട്ട് ഒരു ടിക്ക് എഴുതി വെക്കുക, ഞാൻ ഇന്നത് നേടും അന്നത് നേടും പറഞ്ഞിട്ട്. അത് പണിയെടുത്ത് പൈസ മേടിക്കലല്ല. നിങ്ങൾക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് സൈഡ് ബൈ സൈഡ് നടത്തിയാൽ എന്തായാലും കിട്ടും. അല്ലാതെ നമ്മൾ സേവിങ്സ് കഷ്ടിച്ച് നമ്മൾ ഉണ്ടാക്കി നമ്മളൊരു സാധനം മേടിക്കുമ്പം സാധനം കിട്ടും, പക്ഷെ എന്താ ക്യാഷ് പോകും, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം എന്തൊക്കെ ആയാലും, ഇപ്പം ഞാൻ പറയട്ടെ, അപ്പോൾ എന്തൊക്കെ കേസ് വന്നു, ഹെൽത്ത് കേസായോ ഹോസ്പിറ്റലൈസേഷൻ കേസൊക്കെ വന്നാലും എന്ത് കേസ് വന്നാലും എല്ലാത്തിനും കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ അത്രയും നല്ലത്, ബെറ്റർ. സൈഡ് ബൈ സൈഡ് എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. മേലെ ഒത്തും കാണുന്നുണ്ട്, സൂക്ഷിക്കുക. കാരണം നമ്മളെക്കാളും വലിയവനാവാൻ അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് ചിലപ്പോൾ അവൻ
കേൾക്കും, എന്നിട്ട് പറയും. ചില ആൾക്ക് പ്ലാൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരും, ഇങ്ങനെ വരും. നമ്മളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ പറയും ഇങ്ങനെ മേലെ മേലെ താഴെ മേലെ മേലെ താഴെ ഇതെന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ ECG നമ്മൾ ഇത് ചെക്ക് ചെയ്തൊക്കെയാണ് ഇങ്ങനെ ഈ ഇതില്ല മറ്റേ ഈ മറ്റേ ജീവനുണ്ടോ ഇല്ലയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതേ അവസ്ഥയാണ് നമ്മളിത്. എന്താ ചെയ്യുക, ജീവിതമായി പോയി. കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരാൾ തട്ടിയെടുക്കാൻ വെച്ചാൽ ഇത്രയും വലിയ കഷ്ടം ഞാൻ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഇനി സത്യം പറയാം ഞാനൊരു പ്ലാനിങ്ങിനും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് ജീവിച്ച് നാളെ എന്താവും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പം ഒറ്റ കാര്യം പറയുള്ളൂ, കാണുന്ന ആൾക്കാർക്ക് ഒറ്റ കാര്യം പറയുള്ളൂ. കാരണം പാസ്റ്റ് ഈസ് ദി വേസ്റ്റ് പേപ്പർ, ദാറ്റ്സ് ഓൾ. പ്രസൻറ്റ് എന്താണ് അറിയില്ല, പ്രസൻറ്റ് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് ദി ആൻസർ. ഫ്യൂച്ചർ ഈസ് ദി ക്വസ്റ്റ്യൻ പേപ്പർ, ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും എനിക്ക് പറയാം. ഇത് ഞാൻ കടെടുത്തത് എനിക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, വേറെ ഒന്നുമല്ല. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിയാം, നമ്മൾ ഒരാളും കൂടി അവനും കൂടി അറിയാതിരിക്കണം നല്ലത്. എന്താ ചെയ്യുക, കാരണം പുള്ളിക്കാരനല്ലേ പവർഫുൾ, നമുക്ക് പവറൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ വരും കഷ്ടപ്പാട് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ നമ്മളങ്ങനല്ല, നമ്മൾ മനസ്സിലങ്ങനെയൊക്കെ പറയും. കാരണം പുള്ളിക്കതൊരു ഫണ്ണാണ്, ഈ ദൈവത്തിന് ഫണ്ണാണ്, എൻ്റർടൈൻമെൻ്റാണ്. കാരണം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഇതാണ് എന്ന് വെച്ചാൽ പാവകളാണ്. അങ്ങനെ നിങ്ങൾ പപ്പറ്റ്സൊക്കെ കണ്ടിട്ടില്ലേ, ടോയ്സും പപ്പ അങ്ങനെ പോകണം, അതാ അവസ്ഥ. നമ്മൾ പുള്ളി ഇങ്ങനെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ ഇങ്ങനെ കളിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മുടെ വിഷയം. സത്യതേ ഉള്ളൂ. കാരണം വിഷമിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ഇത് അനുഭവിച്ചവർക്ക് അറിയാം. കാരണം ചില ആൾക്കാർക്ക് അറിയാമല്ലോ എങ്ങനെയല്ലേ പോകണം, അപ്പോൾ അവർക്കൊന്നും പറയാനില്ല, അവരെപ്പോഴും പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒറ്റ കാര്യം പറയുള്ളൂ. കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൊമേഴ്സ് അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ആലോചിക്കുക, ഇതൊന്നും ഭാവിയിലൊന്നും നമുക്കൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല, അത്രയേ ഉള്ളൂ. സോ സൈനിങ് ഔട്ട്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ചിൽ സൈലൻറ്റ്. ബൈ.